നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വോട്ട് ഗുരുവായൂരിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപമുള്ള അച്യുതം ഫ്ളാറ്റിലെ വിലാസത്തിലാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും 1 വർഷം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുമായിരുന്നു സുരേഷ് ഗോപിക്ക് വോട്ട് ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, ഇത്തരത്തിൽ സാധാരണഗതിയിൽ നമുക്ക് 6 മാസം താമസം വച്ചിരിക്കുന്ന അഡ്രസ് വെച്ചൊക്കെ വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യത നിയമത്തിൽ ഉണ്ട്. ആ നിയമം കൂടി ഉപയോഗിച്ചാണ് സുരേഷ് ഗോപിയുടെ ഈ വോട്ട് മാറ്റം. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുക. രജീഷ്, സുരേഷ് ഗോപിയുടെ വോട്ടുമാറ്റം അനിലക്കരയാണ് ഇത്തവണ ആദ്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. വോട്ടർ പട്ടിക SIR വോട്ടർ പട്ടിക അതിൻ്റെ പ്രസിദ്ധീകരണം പൂർത്തിയായതിനു ശേഷം മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലാണ് സ്ഥിരതാമസക്കാരനാണെന്ന് കാട്ടിക്കൊണ്ട് അദ്ദേഹം മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് രേഖപ്പെടുത്തിയതും മറ്റും. പക്ഷേ ഗുരുവായൂരിലേക്ക് ഒറ്റയടിക്ക് മണ്ഡലത്തിൽ നിന്നും വോട്ട് മാറ്റുന്നു. തൊട്ടു മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തായിരുന്നു അദ്ദേഹം താമസമായി കാണിച്ചുകൊണ്ട് വോട്ട് ചെയ്തത്. ഇത് ചൂണ്ടിക്കാണിക്കൊണ്ടാണ് കുമ്പിടിയാണ് സുരേഷ് ഗോപി എന്നുള്ള നിലയിലുള്ള ഒരു പരിഹാസ പോസ്റ്റുമായി അനിലക്കര രംഗത്ത് വരുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ ഒരു വിശദീകരണമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുൻ തെരഞ്ഞെടുപ്പുകളിലെ അനുഭവവും മുൻപ് നടന്നിട്ടുള്ള വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ നമുക്കറിയാവുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലത്തായിരുന്നു വോട്ടെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലായിരുന്നു വോട്ട്. അതിന് തൊട്ട് മുൻപ് തൃശ്ശൂരിൽ വീണ്ടും വോട്ട് ചെയ്തു. അങ്ങനെ ഓരോ സമയത്തും ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സ്ഥലങ്ങളിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇതിലൊരു നിയമപരമായിട്ടുള്ളൊരു പ്രശ്നം നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല. 6 മാസത്തിലധികമായ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് താമസക്കാരനാണ് എങ്കിൽ അങ്ങനെ വോട്ട് ചേർക്കുന്നതിനോ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിനോ ഒന്നും വലിയ തടസ്സമോ പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ രാഷ്ട്രീയമായും അല്ലാതെയും ഒരു ധാർമ്മികതയുടേതായിട്ടുള്ള പ്രശ്നമായിട്ട് തന്നെയാണ് ഇതിനെ ചൂണ്ടിക്കാണിക്കേണ്ടത്. അത് തന്നെയാണ് മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മറ്റും. അതാണ് ലെവിൻ, ഈ നേതാക്കൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ അത് അണികൾക്കിടയിൽ പലരും ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ നേരത്തെ ലെവിൻ തന്നെ റിപ്പോർട്ട് ചെയ്ത ഈ വോട്ട് മാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ അഡ്രസ് ഇല്ലാത്ത ആളുകളൊക്കെ വോട്ട് ചെയ്ത വിവരങ്ങൾ തൃശ്ശൂരിൽ തന്നെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ആ അർത്ഥത്തിൽ കൂടി ഇത് പലതരത്തിൽ ഏത് അണികളായാലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, അവർക്ക് ഈ തരത്തിൽ വോട്ട് മാറ്റാനുള്ള ഒരു സാധ്യത തുറന്നിടുകയാണ്. കാരണം നേതാക്കളടക്കം ഈ രീതിയിൽ വോട്ടുകൾ മാറ്റി മാറി മാറി ഓരോ തെരഞ്ഞെടുപ്പിലും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് മാറുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. തീർച്ചയായും വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെ തന്നെ നമ്മൾ തൃശ്ശൂരിൽ നടന്ന വിവിധ സ്ഥലങ്ങളിൽ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ്. പലതരത്തിലും പല ജില്ലകളിൽ നിന്നുള്ള BJP പ്രവർത്തകരും അനുഭാവികളും നേതാക്കളും ഒക്കെ തൃശ്ശൂരിലെത്തി വോട്ട് ചെയ്ത സാഹചര്യവും നമുക്കറിയാവുന്നതാണ്. അതിന് സമാനമായ രീതിയിലുള്ള തിരിമറികളാണ്, ക്രമക്കേടുകൾക്ക് കോപ്പ് കൂട്ടിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ആരോപണം ഉയർന്നിട്ടുള്ളത്. അനിലക്കര ചൂണ്ടിക്കാട്ടിയ വിഷയം നേരത്തെ അത് കോൺഗ്രസ് വീണ്ടും ഏറ്റെടുക്കുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് SIR വോട്ടർ പട്ടികയൊക്കെ പ്രത്യേകമായിട്ട് അവർ വലിയ സജ്ജീകരണങ്ങളൊക്കെ നടത്തി ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസ് വലിയ തോതിൽ ജില്ലയിൽ ശ്രമം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇടതുപക്ഷവും ഇക്കാര്യത്തിൽ വലിയ ജാഗ്രതയാണ്. ഈ ഒരു സമയത്താണ് സുരേഷ് ഗോപി എന്നുള്ള BJPയെ സംബന്ധിച്ചുകൊണ്ട് ദേശീയ നേതാവാണ് സുരേഷ് ഗോപി. അവരുടെ ദേശീയ നേതാവ് തന്നെ ഇത്തരത്തിൽ മറ്റൊരു മണ്ഡലം മാറ്റി വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് വലിയ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വാഗ്ദാനങ്ങൾക്കും ആരോപണങ്ങൾക്കും ചോദ്യം കൂടിയുണ്ട്. കാരണം ഈ ഗുരുവായൂരിൽ സുരേഷ് ഗോപി വരുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. കാരണം ഈ അർത്ഥത്തിൽ വോട്ട് ആ ഗുരുവായൂരിലേക്ക് മാറ്റുമ്പോൾ ഗുരുവായൂരിലേക്ക് സ്ഥാനാർത്ഥിയായോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ അദ്ദേഹം വരാനുള്ള സാധ്യതയില്ല. തൃശ്ശൂരിൻ്റെ MP യും കേന്ദ്രമന്ത്രിയുമായി നിലവിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ടോ വരാനുള്ള സാധ്യതയില്ല. മാത്രമല്ല തൃശ്ശൂർ ജില്ലയുടെ ആകെയുള്ള മേൽനോട്ട പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്ക് ലഭിക്കാനിടയുള്ളത്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് ഗുരുവായൂരിലേക്ക് വോട്ട് മാറ്റിയത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബോർഡ് പ്രസിഡന്റായി തനിക്ക് കാലം കഴിക്കാനാണ് ഇഷ്ടമെന്നുള്ളൊരു കാര്യം അദ്ദേഹം ഒരു പൊതുവേദിയിൽ തന്നെ വെച്ച് തുറന്നു പറഞ്ഞിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും താല്പര്യമാണോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണോ ഇത്തരത്തിൽ വോട്ട് മണ്ഡലത്തിലേക്ക് ഗുരുവായൂർ മണ്ഡലത്തിലേക്ക് മാറ്റിയതെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയങ്ങൾ ഉയർന്നു വരുന്നത്. അദ്ദേഹം തന്നെ ഒരു വിശദീകരണം അക്കാര്യത്തിൽ നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മുൻപും അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു വിശദീകരണം നമുക്ക് ലെവിൻ, എന്തായാലും ഈ ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഈ സമാനമായ വിഷയങ്ങളൊക്കെ ഉയർന്നപ്പോൾ കൃത്യമായ ഒരു മറുപടി നൽകാൻ സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല. എന്തായാലും ഇത്തവണ 3ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ മണ്ഡലം മാറി വോട്ട് ചെയ്യാൻ സുരേഷ് ഗോപി പോകുന്നത്. ഇത്തവണ തൃശ്ശൂരിലാണ് സുരേഷ് ഗോപിക്ക് വോട്ട്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.